ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. പക്ഷേ എന്നാലും നല്ല ടേസ്റ്റുമായിരുന്നു, നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടായിരുന്നിരിക്കുക, എന്നാലും നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കായിരുന്നു. ഒരുപാട് എണ്ണ കുടിക്കുകയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് മൈദാമാവ് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് മൈദാമാവിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഞാൻ ഈസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് ഒരുപാടങ്ങ് കൂടിപ്പോരുത് കേട്ടോ. ഒരു 3/4 ടീസ്പൂണോളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അത്രയും മതിയാവും. ഇത്രയും മാവിന് ഇതാണ് കണക്ക്. കാരണം പുതിയ ഈസ്റ്റും കൂടി ആയിരിക്കണം, എന്നാലാണ് അത് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് പൊങ്ങിയൊക്കെ വരുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പാലിലാണ് ഞാനിത് കുഴച്ചെടുക്കുന്നുണ്ട്. ചിലർ ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ മുട്ട ഇവിടെ എടുക്കുന്നില്ല. ഞാൻ അതിന് പകരമായിട്ട് പാലിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് കട്ടി കൂടുക, എന്നാലങ്ങ് ലൂസായി പോവുക ചെയ്യരുത്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഓരോ മാവിൻ്റെ അളവനുസരിച്ച്, രീതി അനുസരിച്ചിരിക്കുക ഈ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് കുഴയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനൊരു കണക്കൊന്നും പറയുന്നില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് കുറച്ച് ഒരു ഓയിൽ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ നെയ്യോ എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി വീണ്ടും നമുക്ക് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുക്കുമ്പോഴാണ് അത് നന്നായിട്ടൊരു സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നന്നായിട്ടതൊക്കെ ഞാൻ കുഴച്ച് നമുക്ക് വീണ്ടും ആ പാത്രത്തിലോട്ട് വെച്ചിട്ട് 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നാൽ മാത്രമാണ് ഇത് നന്നായിട്ട് പൊങ്ങി വരികയുള്ളൂ. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന സ്നാക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിനായിട്ടൊരു ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കണമല്ലോ. അതിനായിട്ട് ഞാനൊരു ചമ്മന്തി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പോളം തേങ്ങ എടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കണം. ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മല്ലിയില ചേർക്കണം. മല്ലിയില എന്തായാലും നിങ്ങൾ ചേർത്തിരിക്കണം കേട്ടോ. അപ്പം മല്ലിയില, പിന്നെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കണം. 2-3 ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ വേണം ഇത് ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. നമുക്കിനി അതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വരാം. ഇത് നമുക്കിനി നമ്മുടെ മാവ് നോക്കാം കേട്ടോ. മാവ് നന്നായിട്ട് പൊങ്ങി ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. അപ്പം മാവ് ഒന്നുകൂടി നമുക്കതൊന്ന് കൈകൊണ്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് മാവ് കിട്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാടങ്ങ് ഈസ്റ്റ് ചേർത്ത് കളയരുത്. അപ്പോഴാണ് ഒരു വല്ലാത്തൊരു ചുവ വരും. പക്ഷേ നമ്മൾ ആവശ്യത്തിനുള്ള ഈസ്റ്റ് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ മാവൊക്കെ 2 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 പോർഷനായിട്ട് അത് മാറ്റാം. നിങ്ങൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് കുറേശ്ശെ എടുത്ത് പരത്തിയാലും മതി. ഇപ്പം ഞാൻ പരത്തുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനി ഞാൻ ഒരു പോർഷനൊരു ചപ്പാത്തി പലകയിലോട്ട് വെച്ചിട്ട് നമുക്കിനി കുറച്ച് മാവ് തൂവിയിട്ട് നമുക്കതൊന്ന് പരത്തിയെടുക്കണം. അതുപോലെ തന്നെ പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് തിന്നും ആവരുത്, എന്നാലും ഒന്നും കട്ടിയാകാത്ത രീതിയിൽ വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. അപ്പം മാവ് കുറച്ച് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി, അതിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. മുഖം നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് ഒരു കട്ടറോ അല്ലെങ്കിൽ നമുക്കൊരു ഗ്ലാസ് കൊണ്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ ആ ചമ്മന്തി നമ്മുടെ ചിക്കൻ എടുത്തിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്താണ്. പിന്നെ മയോണൈസാണ്, ഇത് 3ഉം വേണം. പിന്നെ ഇനി ഒരു കാര്യം കൂടെ, പുഴുങ്ങിയ മുട്ട ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതുകൂടെ കാണിച്ചു തരാം. അപ്പം എന്നിട്ടൊരു ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് അതിങ്ങനെ ഒന്ന് ആക്കി എടുക്കണം. കട്ടറുണ്ടല്ലോ, അത് വെച്ചാലും മതി. അപ്പോൾ ഒരു ഷേപ്പിന് നമുക്ക് കിട്ടും. ഈ ഷേപ്പിനാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നിങ്ങൾക്ക് കുറച്ച് മാവായിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതിങ്ങനെ ചെയ്തെടുക്കാം. ബാക്കി വരുന്ന മാവ് വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ പരത്തി എടുത്ത് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിലുള്ള ഫില്ലിങ്ങുകളൊക്കെ വെച്ച് കൊടുക്കണം. അപ്പം ഞാൻ ആ ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ഞാനിത് ഫ്രൈ ചെയ്തിട്ടാണ് ഒന്ന് ഗ്രേറ്റ് എടുത്തത്. അപ്പം നമുക്ക് എല്ലാത്തിലും ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ചമ്മന്തിയില്ലേ, ആ ചമ്മന്തി കൂടെ അതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം വെച്ച് കൊടുക്കുമ്പോഴാണ് ഈ സ്നാക്കിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഞാൻ ചമ്മന്തി വെച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ ചമ്മന്തിയിൽ മല്ലിയില നിങ്ങൾ എന്തായാലും ചേർത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയിൽ അത് ചെറിയ പീസായിട്ടാണ്, ചിലരിങ്ങനെ വലിയ പീസിന് വയ്ക്കാൻ, ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഇതിലോട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മയോണൈസാണ്, മയോണൈസും കൂടെ അതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളിത് ഉണ്ടാക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. കാരണം ഒരുപാട് സമയം വെളി വെച്ചിരുന്നാൽ ഈ മയോണൈസൊക്കെ ഇങ്ങനെ അലിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളിത് ചെയ്തെടുക്കുന്നതിന് മുൻപായിട്ട് വേണം നമ്മളിതൊക്കെ റെഡിയാക്കിയൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ മയോണൈസും ഒക്കെ ചേർത്ത് കഴിയുമ്പോൾ തന്നെ ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമ്മൾ ഇതുപോലെ ഒരു ഷീറ്റ് കൂടെ പരത്തി എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ച് നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തില്ല ആ ഗ്ലാസ് വെച്ചിട്ട് തന്നെ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലുള്ള മാവിനെ അങ്ങ് മാറ്റാം. ഈ മാവ് അങ്ങ് ഇളക്കി മാറ്റാം നമുക്ക്. കുറച്ച് മാവ് കൂടുതൽ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇത് ഒട്ടിപ്പിടിക്കുമൊന്നുമില്ല. അല്ലെങ്കിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്താലും മതി. ഇതുപോലെ നമുക്ക് കിട്ടും. നമ്മുടെ സ്നാക്സിനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഉടനെ തന്നെ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ മയോണൈസൊക്കെ അലിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോന്നായിട്ട് നമുക്കിട്ട് നന്നായിട്ട് ഇതൊന്ന് ഒരുപാടങ്ങ് ഫ്രൈ ചുമന്ന് അങ്ങ് പോകണ്ട, എന്നാലും നല്ല രീതിയിൽ നമുക്കതിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. കരിഞ്ഞു പോകരുത്. കണ്ടു, നമ്മുടെ സ്നാക്ക് ഒരു വശമൊക്കെ നന്നായിട്ട് നമുക്ക് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്കായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ട് ഒരുപാട് എണ്ണ കുടിക്കുകയോ ഒന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കിനി അതെല്ലാം എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് എണ്ണ കുടിക്കുകയൊന്നുമില്ല. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഓരോന്നായിട്ടോ 2 3 ഒക്കെ നമ്മുടെ പാനിൻ്റെ വലുപ്പം അനുസരിച്ച് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 എണ്ണമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയ പാനാണെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്തെടുത്തതുപോലെ തന്നെ എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഒരു സ്റ്റെപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പാണ് ഇട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്തായാലും പൂരി പോലെ ഇരിക്കുന്നല്ലേ, പക്ഷേ ഏറ്റവും നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്കായി. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബാക്കിയുള്ളതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സേവിങ് ഡിഷിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായോ? അപ്പോൾ ഞാനതൊന്ന് മുറിച്ച് കാണിക്കാം. ഫില്ലിംഗ് ഒക്കെ നല്ല ടേസ്റ്റ്, മയോണൈസൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് മുട്ട കുറച്ച് വലുപ്പത്തിൽ വേണമെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ മുറിച്ചിട്ടും ചേർക്കാം. ഞാനിവിടെ ചെറിയ ചെറിയ പീസായിട്ടാണ് ചേർത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അതേ കണ്ടോ, ഫില്ലിംഗ് ഒക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതോടെ ഇനിയും ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.